നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടുകൂടി എൻഡിഎ സഖ്യത്തിനോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള സൂചന നൽകിയിരിക്കുകയാണ് ടിഡിപി നേതാവായ ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശിലെ ജനവിധി എൻഡിഎയിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് നായിഡു തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരിക്കുന്നത്. മോദിക്കൊപ്പം നിന്ന് ആന്ധ്രയുടെ പ്രതാപം വീണ്ടെടുക്കും, നിർണായകമായ എൻഡിഎ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി ടിഡിപി നേതാവ് അറിയിച്ചിരുന്നു. നമുക്കറിയാം, നിലവിൽ നരേന്ദ്രമോദിക്കോ രാഹുൽ ഗാന്ധിക്കോ പിന്നിലല്ല, മറിച്ച് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും പിന്നാലെയാണ് രാജ്യത്തുള്ള സകല മാധ്യമങ്ങളും. അതെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കിങ് മേക്കർമാർ എന്ന വിശേഷണത്തിലേക്ക് എത്തുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. ചന്ദ്രബാബു നായിഡുവിന്റെ പിന്നാലെ ചെന്ന് INDA മുന്നണിക്കൊപ്പം ചേരുമോ എന്നുള്ള മാധ്യമ പ്രവർത്തകർക്ക് കണക്കിന് മറുപടി കൂടി ലഭിച്ചിട്ടുണ്ട്. താൻ NDAയുടെ കൺവീനർ ആണ് എന്നറിയാതെയാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നായിരുന്നു ചന്ദ്രബാബു നായിഡു തിരികെ ചോദിച്ചത്. എന്തായാലും ചന്ദ്രബാബു നായിഡു NDAയ്ക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്ന് ഇന്ത്യ മുന്നണിക്കൊപ്പം പോകുമോ എന്നുള്ള ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 400 സീറ്റിലേക്ക് NDA എത്തുമെന്നും കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്നുമൊക്കെയായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജനവിധിയുടെ പ്രഹരമേറ്റ BJPയുടെ ഒറ്റയ്ക്ക് അധികാരത്തിലേറാമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായതോടുകൂടിയാണ് മുന്നണിയിലെ ഘടക കക്ഷികളുടെ പ്രസക്തി വളരെയധികം ഏറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും NDA പക്ഷത്ത് തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നത് JDയും TDPയും തന്നെയാണ്. ഈ രണ്ട് ഘടകകക്ഷികൾക്കും വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇവർ പലപ്പോഴും പല സഖ്യത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കാലുവാരലിന്റെയും കൂടുമാറലിന്റെയും ഒക്കെ ചരിത്രം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാരെ പിന്തുണയ്ക്കും എന്നത് തന്നെയായിരിക്കും രാജ്യഭരണത്തിന്റെ കാര്യത്തിൽ നിർണായകമാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.